Hello guys, it's me Akim. Channel എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ യൂട്യൂബ് ഒരു മെയിൽ ഐഡിയിൽ എത്ര യൂട്യൂബ് അക്കൗണ്ട് ഉണ്ടാക്കാം എന്നുള്ള ഇത് ടെസ്റ്റ് ചെയ്യാനാണ്. അതായത് എന്തായാലും ഒന്നിൽ കൂടുതൽ യൂട്യൂബ് അക്കൗണ്ട് ഒറ്റ മെയിൽ ഐഡി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അത് ഞാൻ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ കറന്റ്ലി ടെസ്റ്റ് ചെയ്തതാണ്. ഇനിയിപ്പോൾ എത്ര മാക്സിമം ഫോൺ നമ്പർ ഒന്നും അടിക്കാണ്ട് നമുക്ക് ജസ്റ്റ് റാൻഡം ആയിട്ട് എത്ര യൂട്യൂബ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോ ഇതുവരെ കാണാത്ത നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. നിങ്ങൾക്കും ഇതേപോലെ ചെയ്യാവുന്നതാണ്. ഒരു ബാനും ഒരു പ്രശ്നവും വരാതെ തന്നെ നമുക്ക് എത്ര യൂട്യൂബ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അധികം ഡിലേ ഇല്ലാണ്ട് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ട്യൂട്ടോറിയൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗൂഗിൾ ക്രോമിൽ യൂട്യൂബാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമ്മുടെ യൂട്യൂബ് വെബ്സൈറ്റ് ആണ്, അതായത് നമ്മുടെ PC-യിൽ കാണുന്ന യൂട്യൂബിൻ്റെ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പോകാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈ ചാനലാണ്. ഓക്കെ, അപ്പോൾ യുവർ ചാനൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ യുവർ ചാനൽ ഇത് വന്നതിന് ശേഷം താഴേക്ക് പോയതിന് ശേഷം സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ആഡ് ഓർ മാനേജ് യുവർ ചാനൽസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ ഫസ്റ്റ് കിടക്കുന്ന നമ്മുടെ മെയിൽ ഐ ഡി. ഈ മെയിൽ ഐ ഡിയിലാണ് നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ മെയിൽ ഐ ഡിയിലാണ് വരുന്നത്. ഞാനിപ്പോൾ മൗസ് പോയിന്റർ വെച്ചേക്കുന്ന ആ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം കാണിക്കുന്ന ആ ഒരു ഇതാണ് നമ്മുടെ ഫസ്റ്റ് കാണുന്ന അക്കൗണ്ട്. ഞാനിപ്പോൾ ആ അക്കൗണ്ടിലെ അല്ല ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, വേറെ ഒരു അഡീഷണൽ ചാനലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഓക്കെ ഗെയിമിംഗ് സെറ്റോക്കർ എന്ന് പറഞ്ഞ വേറൊരു ചാനൽ, വേറെ ഒരു മല്ലു സെറ്റോക്കർ എന്ന് പറഞ്ഞിരിക്കുന്ന വേറൊരു ചാനൽ. ആ ഒരു മെയിൽ ഐ ഡിയിൽ ഒറ്റൊരു മെയിൽ ഐ ഡിയിലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ടെസ്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ മൂന്നാമത്തെ ചാനൽ. അപ്പോൾ നമുക്ക് നാലാമത്തെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാം. ഇതുപോലെ നമുക്ക് എത്ര ചാനൽസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അത് എത്ര ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കാണിച്ചു തരാം. ടെസ്റ്റ് അപ്പോൾ നമ്മുടെ ടെസ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടിരിക്കുകയാണ്. ടെസ്റ്റ് അക്കൗണ്ട് 1 എന്ന് പറഞ്ഞ ഒരു പുതിയൊരു യൂട്യൂബ് ചാനലാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു ചാനലിൽ നമുക്ക് സാധാരണ പുതിയതായിട്ട് നമ്മളൊരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു ചാനലിലും നമുക്ക് ഓരോ ചാനൽസിനും പ്രത്യേകിച്ചുള്ള സബ്സ്ക്രിപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും എൻ്റെ ചാനൽ തന്നെയാണ് ഞാൻ സെർച്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ചാനൽ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഒരു മെയിൽ ഐ ഡിയിൽ ഈ ഒരു അക്കൗണ്ടിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ബാക്കടിച്ച് പോയി ഇവിടെ എത്തിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ പുതിയൊരു അക്കൗണ്ട് ടെസ്റ്റ് അക്കൗണ്ട് 1 വന്നിട്ടുണ്ട്. ഇനി ക്രിയേറ്റ് ന്യൂ ചാനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ബ്രാൻഡ് അക്കൗണ്ട് നെയിം കൊടുക്കാം. ടെസ്റ്റ് അക്കൗണ്ട് 2 ആണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് അക്കൗണ്ട് 1, ടെസ്റ്റ് അക്കൗണ്ട് 2. അപ്പോൾ 3 അക്കൗണ്ടാണ് നമ്മൾ ഈ ടെസ്റ്റിന് വേണ്ടി മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ചാനൽ ഞാൻ വീണ്ടും സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. വേറെ സബ്സ്ക്രിപ്ഷൻ ആണെന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സെർച്ച് ചെയ്തിട്ടുണ്ട്. ചാനൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും വേറൊരു പുതിയ സബ്സ്ക്രിപ്ഷൻ ആണ് കാണിക്കുന്നത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. മറ്റേ മെയിൽ ഐ ഡിയിൽ ഈ സെയിം മെയിൽ ഐ ഡിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത മറ്റൊരു അക്കൗണ്ടിൽ നിന്ന് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ അക്കൗണ്ട് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തത് കാരണം നമ്മൾ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടില്ല. പുതിയ സബ്സ്ക്രിപ്ഷനാണ്, വേറെ പ്രത്യേകിച്ച് വേറൊരു സ്പെഷ്യൽ അക്കൗണ്ട് അഥവാ സെപ്പറേറ്റ് അക്കൗണ്ടാണ് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കത് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വീഡിയോ കാണുന്നവർ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാം. ഓക്കെ, നമുക്കപ്പോൾ ഇതിലിങ്ങനെ എത്ര അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
ഇത്രയും വന്നു കഴിയുമ്പോൾ നമ്മുടെ വെരിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബോട്ടല്ല എന്ന് തീരുമാനിക്കാൻ വേണ്ടിയല്ല, അഥവാ ബോട്ട് അല്ല എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയായിട്ട് നമ്മുടെ ഗൂഗിള് 1 2 3 4 5 6 7 8 9 ഓക്കെ, നമ്മുടെ 10th അക്കൗണ്ടിലാണ്. 10th അക്കൗണ്ടിൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഇത് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആ അക്കൗണ്ട് വീണ്ടും ക്രിയേറ്റ് ചെയ്ത് തുടങ്ങാം. ഞാനിപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ ടെസ്റ്റ് ചെക്ക് എന്ന് പറഞ്ഞൊരു ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും വെരിഫൈ യുവർ അക്കൗണ്ട്, യുവർ ഓൾമോസ്റ്റ് എൻഗേജസ് നീഡ് ടു വെരിഫൈ യുവർ അക്കൗണ്ട് ബിഫോർ യു ക്യാൻ സ്റ്റാർട്ട് യൂസിങ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു 9 അക്കൗണ്ട് വരെ നമ്മൾ വെരിഫിക്കേഷൻ പോലും ഇല്ലാതെ, ഓക്കെ, ഒരു മെയിൽ ഐ ഡിയിൽ വെരിഫിക്കേഷൻ പോലും ഇല്ലാതെ നമുക്ക് 9 യൂട്യൂബ് അക്കൗണ്ട് വരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ, 9 യൂട്യൂബ് ചാനൽ വരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫീച്ചറാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്.